നമസ്കാരം. സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഹരികൃഷ്ണൻ. നോക്കാം ആദ്യം പ്രധാന വാർത്തകൾ. ജീവനക്കാരോടൊപ്പം എല്ലാ വിഭാഗം ജനങ്ങളുടെയും സംരക്ഷണമാണ് സർക്കാർ നയമെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി. ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും ചിഞ്ചുറാണി. ഒറ്റപ്പെട്ട സംഭവങ്ങളുടെ പേരിൽ ഉത്സവങ്ങൾക്ക് കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തരുതെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA. ഏതെങ്കിലും ഒരു മതത്തെയോ സമുദായത്തെയോ മാത്രമല്ല ഇത്തരം നിയന്ത്രണങ്ങൾ ബാധിക്കുന്നതെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ. AITC-യുടെ നേതൃത്വത്തിൽ നടത്തുന്ന പ്രക്ഷോഭ ജാഥയുടെ ജില്ലാതല സമാപനം വടക്കഞ്ചേരിയിൽ നടന്നു. തൊഴിലും കൂലിയും സംരക്ഷിക്കുക, സാമൂഹിക രക്ഷ ഉറപ്പുവരുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ജനുവരി 17 നടത്തുന്ന സെക്രട്ടേറിയറ്റ് മാർച്ചിന്റെ പ്രചരണാർത്ഥമാണ് ജാഥ സംഘടിപ്പിച്ചത്. വാർത്തകൾ വിശദമായി. ജീവനക്കാരോടൊപ്പം എല്ലാ വിഭാഗം ജനങ്ങളുടെയും സംരക്ഷണമാണ് സർക്കാർ നയമെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി. KGOA ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുമായിരുന്നു അദ്ദേഹം. നടത്താൻ പറ്റാവുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ നടത്തിയിരുന്നു. ചിലപ്പോൾ ചില പ്രശ്നങ്ങൾ നമുക്കറിയാം വളരെ ബുദ്ധിമുട്ടായി തോന്നുമെങ്കിലും പരമാവധി അതൊക്കെ നടപ്പിലാക്കുവാനുള്ള പരിശ്രമത്തിലേക്കാണ് നമ്മൾ പലപ്പോഴും മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് ഞാൻ ഈ അടുത്ത സമയത്ത് ഓർക്കുകയാണ്. കഴിഞ്ഞ സംഘടനാ സമ്മേളന സമയത്ത് പോലും ഈ സംഘടനയെ സഹായിക്കുവാൻ നമ്മുടെ ഓഫീസ് മുഖേനയുള്ള പ്രവർത്തനങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തു കൊടുത്തതാണ്. ഇന്ന് നമുക്കറിയാം ഉദ്യോഗസ്ഥന്മാർക്കിടയിലൊക്കെ നമുക്ക് കുറച്ച് മെച്ചപ്പെട്ട പ്രവർത്തനം കൊണ്ടുവരണം എന്നുള്ളതാണ്. അത് ഉന്നത ഉദ്യോഗസ്ഥ മേഖലകളിൽ പോലും നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന് ഉതകുന്ന നിലയിൽ ഡിപ്പാർട്ട്മെന്റിന്റെ പ്രശസ്തി വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ പലപ്പോഴും ഉന്നത ഉദ്യോഗസ്ഥരുടെ പല ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇന്ന് താഴോട്ടെടുത്ത് നോക്കിയാൽ നമ്മെപ്പോലെയുള്ള സംഘടനകൾ എനിക്ക് തോന്നുന്നു നമ്മുടെ പ്രവർത്തന പരിധിയും അതിൻ്റെ സമയവും ഒക്കെ കൃത്യമായി പാലിച്ചുകൊണ്ട് കുറച്ചുകൂടി മുന്നോട്ട് പോകാൻ നമുക്ക് ഡോക്ടേഴ്സിൻ്റെ ഇടയിൽ നമുക്ക് കഴിയണം. എനിക്കിപ്പോൾ അതേ പറയാൻ പറ്റുള്ളൂ. മറ്റ് സംഘടന അല്ലെങ്കിൽ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കാര്യം നമ്മൾ കൂടുതൽ ചൂണ്ടിക്കാണിക്കുന്നില്ല. പലപ്പോഴും ഇവരുടെ തന്നെ മീറ്റിങ്ങുകളൊക്കെ ഒന്ന് കൂടുമ്പോഴൊക്കെ നല്ലതുപോലെ സ്ട്രെസ് ചെയ്തുകൊണ്ട് ഞങ്ങൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ പറയാറുണ്ട് എന്നുള്ളതാണ്. പലപ്പോഴും സമൂഹത്തിൻ്റെ ഇടയിൽ ഏറ്റവും അടിത്തട്ടിലുള്ള നമുക്കറിയാം പാവപ്പെട്ട ക്ഷീരകർഷകന്റെ പ്രശ്നങ്ങളാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഈ മേഖലയിൽ അഭിമുഖീകരിക്കേണ്ടി വരുന്നത് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അങ്ങനെ അഭിമുഖീകരിക്കുമ്പോൾ അവരുടെ പ്രശ്നങ്ങൾക്ക് കുറച്ച് ഊന്നൽ കൊടുക്കുവാൻ, അവരോടൊരു നല്ല സന്തോഷ വർത്തമാനം പറയുവാൻ, അവരുടെ ഉരുക്കളെയും കൊണ്ട് വരുമ്പോൾ അവർക്ക് വേണ്ടുന്ന സഹായം ചെയ്തു കൊടുക്കാൻ നമ്മൾക്കുള്ള ആൾക്കാർക്ക് കഴിയും. പല ജില്ലകളിൽ നിന്ന് ഒരുപാട് പരാതികൾ ഇപ്പോഴും കിട്ടുകയാണ്. ഞാൻ ഇന്നലെ യാത്ര ചെയ്യുന്ന വേളയിലും ഇന്നലെ രാവിലെയും ഒക്കെ വളരെ ഗുരുതരമായ നിലയിലുള്ള പ്രശ്നങ്ങൾ തിരുവനന്തപുരം ജില്ലയിലും മറ്റിതര ജില്ലകളിലും ഡോക്ടർമാരെ കിട്ടാത്തതുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള വിഷയങ്ങളൊക്കെ നടക്കുകയാണ്. ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും ചിഞ്ചുറാണി പറഞ്ഞു. CPI ജില്ലാ സെക്രട്ടറി KP സുരേഷ് രാജ്, VM ഹരിദാസ്, P വിജയകുമാർ, MS റീജ, MN വിനോദ്, SY ഷാഹിൻ എന്നിവർ സംസാരിച്ചു. ഒറ്റപ്പെട്ട സംഭവങ്ങളുടെ പേരിൽ ഉത്സവങ്ങൾക്ക് കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തരുതെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA. ആചാര ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഏതെങ്കിലും ഒരു മതത്തെയോ സമുദായത്തെയോ മാത്രമല്ല ഇത്തരം നിയന്ത്രണങ്ങൾ ബാധിക്കുക എന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. ആനയെഴുന്നള്ളത്തിന്റെ പ്രതീകമായി ഓട്ടോറിക്ഷയിൽ നെറ്റിപ്പട്ടം കെട്ടി ഉത്സവ പ്രതീതിയിലാണ് വാദ്യമേളങ്ങളോടെ മാർച്ച് സംഘടിപ്പിച്ചത്. K ബാബു MLA മുഖ്യപ്രഭാഷണം നടത്തി. പാറമേക്കാവ് സെക്രട്ടറി രാജേഷ്, വത്സൻ ചമ്പക്കര, M ശിവദാസ്, പ്രകാശൻ പുത്തൂർ എന്നിവർ സംസാരിച്ചു. AITC തൊഴിലാളികൾ ജനുവരി 17 നടത്തുന്ന മാർച്ചിന്റെ ഭാഗമായുള്ള തൊഴിലാളി പ്രക്ഷോഭ ജാഥയുടെ ജില്ലയിലെ സമാപനം വടക്കഞ്ചേരിയിൽ നടന്നു. AITC ജനുവരി 17 നടത്തുന്ന തൊഴിലാളികളുടെ സെക്രട്ടേറിയറ്റ് മാർച്ചിന്റെ ഭാഗമായുള്ള
തൊഴിലാളി പ്രക്ഷോഭ ജാഥയ്ക്കാണ് ജില്ലയിൽ വടക്കഞ്ചേരിയിൽ സമാപനമായത്. സംസ്ഥാന സർക്കാർ തൊഴിലും കൂലിയും സാമൂഹ്യ സുരക്ഷയും ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ടും കേരളത്തോടുള്ള കേന്ദ്ര അവഗണനയിൽ പ്രതിഷേധിച്ചുമാണ് സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തുന്നത്. വടക്കഞ്ചേരിയിൽ നടന്ന ജില്ലാ സമാപന സമ്മേളനം CPI ജില്ലാ സെക്രട്ടറി KP സുരേഷ് രാജ് ഉദ്ഘാടനം ചെയ്തു. ജനാധിപത്യ വിരുദ്ധ നിലപാടുകൾ എന്ന് പറയുമ്പോൾ ജനാധിപത്യത്തെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു ഭരണഘടനയെ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിൽ വന്ന പ്രധാനമന്ത്രിയും ഭരണകൂടവുമാണ് ഇത് ചെയ്യുന്നത് എന്ന് നാം ഓർക്കണം. അപ്പൊ ഇന്ത്യൻ ഭരണഘടനയെ വെല്ലുവിളിക്കുകയാണ്. ഭരണഘടനയെ വെല്ലുവിളിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തെ ജനങ്ങൾക്കെതിരായി, തൊഴിലാളികൾക്കെതിരായി, കൃഷിക്കാർക്കെതിരായി ഒരു ഉറപ്പുമില്ലാതെ നിയമങ്ങൾ പടച്ചുവിടുകയാണ് മുതലാളിത്തത്തിന് വേണ്ടി, കോർപ്പറേറ്റ് ശക്തികൾക്ക് വേണ്ടി. ഇപ്പൊ നരേന്ദ്രമോദി ആദ്യം പ്രധാനമന്ത്രിയായി ഡൽഹിയിലേക്ക് പറന്നത് ഗുജറാത്തിൽ നിന്നാണ്. അതിനു മുമ്പ് അദ്ദേഹം ഗുജറാത്തിലെ മുഖ്യമന്ത്രിയായിരുന്നു. ഇന്ത്യയുടെ പ്രധാനമന്ത്രി കസേരയിലേക്ക് നരേന്ദ്രമോദിയെ BJP തീരുമാനിച്ചപ്പോ ഗുജറാത്തിലെ അഹമ്മദാബാദിൽ നിന്ന് ഒരു ജെറ്റ് വിമാനത്തിലാണ് നരേന്ദ്രമോദി ഡൽഹിയിലേക്ക് പോയത്. ആ ജെറ്റ് വിമാനത്തിൽ 2 ആളുകളെ ഉണ്ടായിരുന്നുള്ളൂ. ഒന്ന് നരേന്ദ്രമോദിയും മറ്റൊന്ന് ഗൗതം അദാനിയും. വേറെ ആരുമില്ല. ഗൗതം അദാനി എന്ന് പറയുന്ന ആൾ അന്ന് വലിയ മുതലാളിയൊന്നുമല്ല ഇന്ത്യ രാജ്യത്ത്. 10-15 കൊല്ലം മുമ്പ്, 13 വർഷം മുമ്പ് അദ്ദേഹം ഗുജറാത്തിലെ ചില ടെൻഡറുകളും കരാറുകളും ഒക്കെ ഏറ്റെടുത്ത് നടത്തുന്ന കേവലം സംസ്ഥാനത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു കൊച്ചു മുതലാളിയായിരുന്നു. നരേന്ദ്രമോദിയുടെ ഇഷ്ടത്തോഴനായിരുന്നു എന്നതുകൊണ്ട് മാത്രം അദ്ദേഹം ആ ജെറ്റ് വിമാനത്തിൽ പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്ന നരേന്ദ്രമോദിയുടെ കൂടെ വണ്ടി കയറിയതിനു ശേഷം, വിമാനം കയറി ഡൽഹിയിൽ വന്നിറങ്ങിയതിനു ശേഷം ഇന്ത്യയിലെ എല്ലാ മേഖലകളിലേക്കും അദ്ദേഹത്തിന്റെ കൈകൾ ചെന്നെത്തപ്പെട്ടു എന്നതാണ് യാഥാർത്ഥ്യം. സംഘാടക സമിതി ചെയർമാൻ വാസുദേവൻ തെന്നിലാപുരം അധ്യക്ഷനായി. ജാഥ ക്യാപ്റ്റൻ മുൻ MP TJ ആഞ്ചലോസ്, KK അഷ്റഫ്, KG ശിവാനന്ദൻ, എലിസബത്ത് അസീസി, AV അബ്ബാസ്, K രാമചന്ദ്രൻ, K രാജൻ, A സുരേഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. KSRTC വടക്കഞ്ചേരി ഡിപ്പോയിലെ സർവീസുകൾ വെട്ടിച്ചുരുക്കിയതിനെതിരെ ജീവനക്കാർ ട്രാൻസ്പോർട്ട് ഓഫീസറെ ഉപരോധിച്ചു. മാനമുണ്ടോ നിങ്ങൾക്ക്? RTCയെ തച്ചു തകർക്കാൻ ലക്ഷം യാത്രക്കാരെ ലക്ഷ്യസ്ഥാനത്തെത്തിക്കാൻ പകലില്ല പണിയെടുക്കും. RTCയിലെ തൊഴിലാളിക്ക് ശമ്പളമില്ല, പീഡനത്തിന് കുറവില്ല. KSRTCയെ CITUവിന്റെ നേതൃത്വത്തിലാണ് ഉപരോധിച്ചത്. 7ഓളം സർവീസുകൾ വെട്ടിച്ചുരുക്കിയതും മനഃപൂർവ്വം ഡിപ്പോ അടച്ചുപൂട്ടാനുള്ള മാനേജ്മെന്റ് തീരുമാനത്തിനെതിരെയുമാണ് ജീവനക്കാരുടെ പ്രതിഷേധം. വടക്കഞ്ചേരി KSRTC ഡിപ്പോയിൽ നിന്നുള്ള 4 KSRTC ബസ്സുകളാണ് നിലവിൽ സർവീസ് വെട്ടിക്കുറച്ചത്. തുടക്കത്തിൽ 20 ബസ്സുകൾ സർവീസ് നടത്തിയിരുന്ന മംഗലം ഗോവിന്ദാപുരം റൂട്ടിൽ ഇപ്പോൾ ബസ്സുകൾ വെട്ടിക്കുറച്ച് 8 എണ്ണമാക്കി. തൃശൂർ ഗോവിന്ദാപുരം പാതയിൽ 70-ലധികം സ്വകാര്യ ബസ്സുകളാണ് നിലവിൽ ലാഭകരമായി സർവീസ് നടത്തുന്നത്. അന്തർ സംസ്ഥാന പാതയായ ഈ റൂട്ടിൽ തൃശൂർ ഡിപ്പോയിൽ നിന്നുൾപ്പെടെ പൊള്ളാച്ചിയിലേക്കും പഴനിയിലേക്കും സർവീസ് നടത്തുന്നതിനിടയിലാണ് ഓടിക്കൊണ്ടിരിക്കുന്ന KSRTC ബസ്സുകൾ സർവീസ് നിർത്തിവെച്ചത്. ദിവസവും രാവിലെ ഗോവിന്ദാപുരത്തേക്ക് സർവീസ് നടത്തിയിരുന്ന 4 ബസ്സുകൾ തിരിച്ച് തൃശൂരിലേക്ക് പോയതിനു ശേഷമുള്ള ഇടസമയത്തെ 2 സർവീസാണ് നിലവിൽ റദ്ദു ചെയ്തത്. ഇതോടെ പകൽ തൃശൂർ ഗോവിന്ദാപുരം പാതയിൽ യാത്രാ ദുരിതം രൂക്ഷമായി. പരീക്ഷാകാലമായതിനാൽ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ സർവീസ് വെട്ടിച്ചുരുക്കിയതിൻ്റെ ദുരിതവും അനുഭവിക്കുന്നുണ്ട്. മംഗലം ഗോവിന്ദാപുരം പാതയിലെ KSRTC ബസ്സുകൾക്ക് തുടക്കത്തിൽ മികച്ച വരുമാനവും ലഭിച്ചിരുന്നു. പലപ്പോഴായി സ്വകാര്യ ബസ്സുകാരുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയും മറ്റുമുള്ള സമയക്രമീകരണത്തിലെ അപാകത മൂലം ചില സർവീസുകൾ നഷ്ടത്തിലേക്കും നീങ്ങി. ഇതേ തുടർന്ന് തുടക്കത്തിൽ 8 സർവീസുകൾ നിർത്തലാക്കി സർവീസ് 12 എണ്ണമാക്കി ചുരുക്കി. പിന്നീട് പലപ്പോഴായി 4 സർവീസുകൾ കൂടി നിർത്തിയതോടെ ഈ റൂട്ടിൽ നിലവിൽ 8 സർവീസുകൾ മാത്രമായി. ഇതിൽ 4 ബസ്സുകളുടെ ഷെഡ്യൂളുകൾ വെട്ടിക്കുറയ്ക്കുകയും
ചെയ്തതോടെ വടക്കഞ്ചേരി ഡിപ്പോയുടെ നിലനിൽപ്പ് തന്നെ ഭീഷണിയിലായെന്ന് KSRTC ജീവനക്കാർ പറയുന്നു. 2 ട്രിപ്പുകൾ അത്തരത്തിൽ 28 രൂപ ഒരു കിലോമീറ്ററിന് ഇല്ലെങ്കിൽ 35 രൂപ 2 ട്രിപ്പിലുമായി റൗണ്ട് ട്രിപ്പിലായി ഉണ്ടാവണമെന്നാണ്. ഇതെന്ത് ശാസ്ത്രമാണെന്ന് ഞങ്ങൾക്ക് സത്യത്തിൽ മനസ്സിലാവുന്നില്ല. ഇപ്പോൾ ഗോവിന്ദാപുരം സെക്ടറിൽ 14നും 22നും ഇടയിൽ സർവീസുകൾ ഉണ്ടായിരുന്ന ഒരു ഡിപ്പോ ആയിരുന്നു വടക്കഞ്ചേരി. ഇപ്പോൾ ആകെ 5 സർവീസുകളാണ് ഓടുന്നത്. ഇന്നലെ മുതൽ അതിലെ ചില ട്രിപ്പുകൾ റൗണ്ട് ട്രിപ്പുകൾ ഒഴിവാക്കിയിരിക്കുകയാണ്. സ്വാഭാവികമായി ഇത് യാത്രാക്ലേശം ഉണ്ടാക്കുന്നു. അത് സ്വകാര്യ ബസ് മാഫിയയെ സഹായിക്കാനാണ് എന്ന് പറഞ്ഞാൽ യാത്രക്കാരുടെ ആക്ഷേപം വരുന്നു. ഇതെല്ലാം കേൾക്കേണ്ടി വരുന്നത് ഈ സംഘടനകൾക്കും അതുപോലെ തന്നെ KSRTCക്കുമാണ്. KSRTC പൊതുമേഖലയിൽ നിലനിൽക്കുന്ന ഒരു സേവന മേഖല എന്ന നിലയ്ക്ക് ചില നേരങ്ങളിൽ ഇത്തരത്തിൽ അത്രയൊന്നും ലാഭകരം മോശമായ രീതിയിലല്ല പ്രവർത്തിക്കുന്നത്. കാരണം 32, 33 EPKM നിലവിലുണ്ട്. അത്തരത്തിലുള്ള സർവീസുകളെയാണ് ചെറിയ എഡ്ജിൽ നിൽക്കുന്ന കാരണങ്ങൾ പറഞ്ഞ് ഇതിൽ നിന്ന് ഒഴിവാക്കുന്നത്. അങ്ങനെ ട്രിപ്പുകൾ വെട്ടിച്ചെറുക്കുന്നതിലൂടെ യാത്രാക്ലേശം ഉണ്ടാകുന്നു. വലിയ നാളെ ജീവനക്കാരെ ഈ ഡിപ്പോയിൽ നിന്ന് മാറ്റിവിടാനുള്ള സാഹചര്യം ഉണ്ടാവും. ഡിപ്പോയെ തന്നെ തകർക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവും. എന്നാൽ നിലവിൽ വടക്കഞ്ചേരി ഡിപ്പോ 8% ലാഭത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്നും അത് വർദ്ധിപ്പിക്കാനുള്ള നടപടികളാണ് നടക്കുന്നതെന്നും അതിൻ്റെ ഭാഗമായാണ് അനാവശ്യ സർവീസുകൾ നിർത്തുന്നതെന്നുമാണ് അസിസ്റ്റന്റ് ട്രാൻസ്പോർട്ട് ഓഫീസർ പറഞ്ഞത്. KSRTC എംപ്ലോയീസ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി P. സതീശൻ, പ്രസിഡന്റ് M. കൃഷ്ണകുമാർ, A. സെന്തിൽകുമാർ എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി. മറ്റു വാർത്തകളിലേക്ക്. വടക്കഞ്ചേരി ഗ്രാമപഞ്ചായത്തിന്റെ 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഡയാലിസിസ് ചെയ്യുന്ന രോഗികൾക്കുള്ള ഡയാലൈസർ ട്യൂബിംഗ് സെറ്റ് വിതരണം ചെയ്തു. വടക്കഞ്ചേരി EMS കമ്മ്യൂണിറ്റി ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിസി സുരേഷ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ ഗ്രാമസഭയിൽ നിന്നുള്ളൊരു നിർദ്ദേശത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ ഒരു പ്രൊജക്റ്റ് വെച്ചിട്ടുള്ളത്. മറ്റുള്ള പഞ്ചായത്തുകളിൽ പൈസ കൊടുക്കുന്നുണ്ട്, പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ ഡയാലിസിസ് കിറ്റാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. അത് ഞങ്ങൾക്ക് ചെയ്ത് നൽകുമ്പോൾ നിങ്ങൾക്ക് അതറിയാം, ഒരു തവണ ഉപയോഗിക്കാൻ പറ്റുന്നതുമുണ്ട്, അല്ലാത്തതുമുണ്ട്. അപ്പോൾ ഇവിടെ ആശുപത്രിയിൽ നിന്ന് പറഞ്ഞത് ചിലപ്പോൾ 2 തവണ ഉപയോഗിക്കാൻ പറ്റുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതൊരു കൈത്താങ്ങ് എന്ന നിലയിൽ, കാരണം ഈ അസുഖം വന്നാൽ APL BPL ഒന്നും ഒരു പ്രശ്നമല്ല. കാരണം ഏതൊരു ധനികനായിട്ടുള്ള ഒരാളും ഈ അസുഖം വന്നാൽ നമ്മൾ സാമ്പത്തികമായിട്ടുള്ള ഏറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു കിറ്റ് എന്ന നിലയിൽ, ഡയാലിസിസ് കിറ്റ് എന്ന നിലയിൽ ചിലർക്ക് സാമ്പത്തികമായിട്ട് ഉണ്ടാവാം, അല്ല തീരെ ഇല്ലാത്തവർ നമുക്ക് പരിചയമുള്ള കുറേ ആളുകളുണ്ട്. കാരണം ഇതിനു വേണ്ടി, കാരണം ഇങ്ങനെ ചെയ്യാൻ പോകുമ്പോൾ ബുദ്ധിമുട്ട് അറിയാം. ഓരോ 1-2 ദിവസങ്ങളിൽ പോകേണ്ടി വരും, ആഴ്ചയിൽ 2 തവണ പോകേണ്ടി വരും. ആ സമയത്ത് വണ്ടിയാണ് ഏറ്റവും വലിയൊരു പ്രശ്നം അല്ലേ. വൈസ് പ്രസിഡന്റ് VJ ഹുസനാർ അധ്യക്ഷനായി. സ്ഥിരം സമിതി അധ്യക്ഷ രശ്മി ഷാജി, പഞ്ചായത്ത് അംഗങ്ങളായ AT വർഗീസ് കുട്ടി, അൻവർ, സുമിത ഷഹീർ, ഫൗസിയ, ഗിരിജ സുരേഷ്, സേതുമാധവൻ, ഹെൽത്ത് ഇൻസ്പെക്ടർ ഷിബി ആന്റണി, നഴ്സ് ശ്രീജ എന്നിവർ സംസാരിച്ചു. കിഴക്കഞ്ചേരി അഗ്രികൾച്ചറൽ ഇംപ്രൂവ്മെന്റ് സൊസൈറ്റിയുടെ വാർഷിക ജനറൽ ബോഡി യോഗം നടന്നു. കേരള റൈസ് പാർക്ക് ചെയർമാൻ CK രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കുറെ കഴിഞ്ഞപ്പോൾ അന്ന് ജില്ലാ ബാങ്ക് ആയിരുന്നു, ഇന്നത്തെ കേരള ബാങ്ക് അല്ല. ആ സന്ദർഭത്തിലാണ് ജില്ലാ ബാങ്ക് കുറച്ച് പൈസ ഇവിടെ വായ്പയായിട്ട് അനുവദിക്കുന്നത്. തുടർന്ന് സ്വർണ്ണാഭരണ പണയത്തിൽ പണം കൊടുക്കുന്നതിനുള്ള അനുവാദവും ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ലഭിച്ചു. അപ്പൊ അതുകൂടി വന്നതോടുകൂടി കുറെയൊക്കെ നമുക്ക് മെച്ചപ്പെടാൻ സാധിച്ചു. പിന്നെയാണ് ചിട്ടി ആരംഭിക്കുന്നത്. ഇന്ന് ഒരു സാധാരണ സഹകരണ സംഘത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളും ഇവിടെ നടക്കുന്നുണ്ട്. പലപ്പോഴും സർക്കാർ പ്രഖ്യാപിക്കുന്ന എല്ലാ ആനുകൂല്യങ്ങളും ഇവിടെ നിന്ന് നൽകാനും ഈ സംഘം തയ്യാറാവുന്നുണ്ട്. ചില സന്ദർഭങ്ങളിൽ ഓണക്കാലത്തും മറ്റു ഉത്സവ നാളുകളിലും സർക്കാർ പ്രഖ്യാപിക്കുന്ന പൊതുവിതരണ സംവിധാനം അനുസരിച്ച് അവശ്യ സാധനങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് മറ്റ് ബാങ്കുകൾ കൊടുക്കുന്നത് പോലെ തന്നെ ഇവിടെയും കൊടുക്കാൻ തയ്യാറായി. സൊസൈറ്റി പ്രസിഡന്റ് N. രാമകൃഷ്ണൻ അധ്യക്ഷനായി. മുൻ MLA CT കൃഷ്ണൻ, പഞ്ചായത്ത് പ്രസിഡന്റ് കവിതാ മാധവൻ, വൈസ് പ്രസിഡന്റ് V. രാധാകൃഷ്ണൻ, S. രാധാകൃഷ്ണൻ, V. ഓമനക്കുട്ടൻ, PM കലാധരൻ, K. ഓമന, ബേബി ചെറിയാൻ, TR രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. കിഴക്കഞ്ചേരി മമ്പാട് പുന്നപ്പാടം പാലം വഴി 3 ദിവസത്തേക്ക് ഗതാഗത നിയന്ത്രണം. കിഴക്കഞ്ചേരി പഞ്ചായത്തിലെ കുണ്ടുകാട് ചിറ്റടി റോഡിലെ മമ്പാട് പുന്നപ്പാടം പാലത്തിന്റെ നിർമ്മാണത്തിന്റെ ഭാഗമായി പാലത്തിന്റെ ഇരുവശങ്ങളിലും റോഡിന്റെ ടാറിംഗ് നടക്കുന്നതിനാൽ ഡിസംബർ 18 മുതൽ 20 വരെ തീയതികളിലാണ് ഇതുവഴിയുള്ള ഗതാഗതം നിരോധിച്ചതായി അധികൃതർ അറിയിച്ചത്. ചിറ്റടി ഭാഗത്തേക്കുള്ള വാഹനങ്ങൾ മമ്പാട് നിന്നും കാരപ്പാടം, മാര്യപ്പാടം വഴിയും
കണിയമംഗലം ഇളവമ്പാടം ഭാഗങ്ങളിൽ നിന്നും വടക്കഞ്ചേരിയിലേക്ക് വരുന്ന വാഹനങ്ങൾ പുന്നപ്പാടത്ത് നിന്നും കൊഴുക്കുള്ളി പാളയം വഴി സർവീസ് നടത്തേണ്ടതുമാണ്. വടക്കഞ്ചേരി ഐമാർട്ടിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടപ്പിലാക്കിയ സമ്മാന പദ്ധതിയുടെ നറുക്കെടുപ്പ് നടന്നു. ബമ്പർ സമ്മാനമായ ഇലക്ട്രിക് സ്കൂട്ടർ ഉൾപ്പെടെ നിരവധി സമ്മാനങ്ങളാണ് ഐമാർട്ടിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഒരുക്കിയത്. കേരള വ്യാപാരി സംരക്ഷണ സമിതി പ്രസിഡന്റ് CK അച്യുതൻ, സെക്രട്ടറി സതീഷ് ചാക്കോ, ചെയർമാൻ ബോബൻ ജോർജ്, യൂത്ത് വിംഗ് പ്രസിഡന്റ് റഹ്മാൻ, സെക്രട്ടറി വൈശാഖ്, റോട്ടറി ക്ലബ് സെക്രട്ടറി ബാബുരാജ്, ഐമാർട്ട് പ്രൊപ്പറേറ്റർ സഫറി മേരിയാസ് തുടങ്ങിയവർ നറുക്കെടുപ്പ് ചടങ്ങിൽ സംബന്ധിച്ചു. 2014 ഏപ്രിൽ മാസത്തിൽ ആരംഭിച്ചതാണ്. കോവിഡിൻ്റെ 4 മാസം മാത്രമാണ് ഇവിടെ നറുക്കെടുപ്പ് ഇല്ലാതിരുന്നത്. ബാക്കി എല്ലാ മാസവും റെഗുലറായി നടന്നു വരുന്ന ഒരു സമ്പ്രദായമാണ്. എല്ലാവർക്കും സമ്മാനം കൊടുക്കണമെന്നാണ് മേരിയാസിൻ്റെ ആഗ്രഹം. പക്ഷേ മെഗാ നറുക്കെടുപ്പ് ഒരാൾക്കല്ലേ കിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഇന്ന് മെഗാ നറുക്കെടുപ്പ് നടക്കുന്നത്. എല്ലാവരുടെയും സഹകരണവും സ്നേഹവും അഭ്യർത്ഥിച്ചുകൊണ്ട് ആ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. മംഗലം കയറാടി സ്വദേശി ലിവിൻ വർഗീസിനാണ് ബമ്പർ സമ്മാനമായ ഇലക്ട്രിക് സ്കൂട്ടർ സമ്മാനമായി ലഭിച്ചത്. നമ്മൾ ബമ്പർ നറുക്കെടുപ്പിൽ നിങ്ങളെ നമ്പറാണ് അടിച്ചിട്ടുള്ളത്. ഞങ്ങൾ അടുത്ത ദിവസം അറിയിക്കാം. അതിൻ്റെ സമ്മാനദാനം നമ്മളൊരു ദിവസം വെച്ചിട്ട് ദിവസം ഞങ്ങൾ അറിയിക്കാം. നിങ്ങളാണ് വിന്നർ.